യൂറോ കപ്പിലെ ഇറ്റലി അൽബേനിയ പോരാട്ടം. മത്സരം തുടങ്ങി വെറും 23 സെക്കൻഡിനുള്ളിൽ ഇറ്റലിയുടെ വല കുലുങ്ങി. കിരീടം നിലനിർത്താനിറങ്ങിയ അസൂറിപ്പടയുടെ നെഞ്ചു തുളച്ച ആദ്യ ഗോൾ. ഡിഫൻസിലെ പിഴവ് മുതലെടുത്ത് അൽബേനിയയുടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ നെദിം ബജ്റമിയാണ് ഇറ്റലിക്ക് അപ്രതീക്ഷിത പ്രഹരമേൽപ്പിച്ചത്. ഇറ്റലിയുടെ ലെഫ്റ്റ് ബാക്കായ ഫെഡറിക്കോ ഡിമാർക്കോയുടെ തെറ്റായ ത്രോയിൽ നിന്നും പന്ത് തട്ടിയെടുത്ത നെദിം പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഗോൾ എന്ന ചരിത്രമാണ് അവിടെ പിറന്നത്. റഷ്യയുടെ ദിമിത്രി കിരിച്ചെങ്കോയുടെ റെക്കോർഡാണ് ഇതോടെ പഴങ്കഥയായത്. 2004 ഗ്രീസിനെതിരെ 65-ാം സെക്കൻഡിൽ കിരിച്ചെങ്കോ നേടിയ ഗോളായിരുന്നു ഇന്നലെ വരെ യൂറോ കപ്പിലെ ഏറ്റവും വേഗതയേറിയ ഗോൾ. എന്നാൽ തുടക്കത്തിലെ ഗോൾ വഴങ്ങേണ്ടി വന്നതിന്റെ ആഘാതം ഒട്ടും തന്നെ ഇറ്റലിയെ ബാധിച്ചില്ലെന്ന് വേണം പറയാൻ. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് 16 മിനിറ്റിനുള്ളിൽ 2 ഗോളുകൾ തിരിച്ചടിച്ച് ഇറ്റലി മത്സരം സ്വന്തമാക്കി. കിരീടം നിലനിർത്താനുള്ള പോരാട്ടം വിജയത്തോടെ തുടങ്ങുകയും ചെയ്തു.